ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനം ഇന്നും നമുക്ക് തന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന അത് വിലയേറിയതാണ്, വിലപ്പെട്ടതാണ്. അതിന് പ്രതിഫലമുണ്ട്, അതിന് മറുപടിയുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ ചെറിയ പ്രാർത്ഥനയ്ക്കും മറുപടി ഉണ്ടെന്ന്. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. അത് ഫലിക്കുന്നതാണ് ദൈവജനത്തിൻ്റെ പ്രാർത്ഥന. പ്രാർത്ഥിക്കുന്ന ദൈവജനമാണ് എന്നെ കേൾക്കുന്നത് എന്ന് എനിക്കറിയാം. നിങ്ങളുടെ പ്രാർത്ഥന ഫലിക്കും, ദൈവം കേൾക്കും. പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് ഒരു ദൂത് ദൈവവചനത്തിൽ നിന്ന് കൈമാറുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി ലഭിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന, വാഞ്ചിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവഹിതപ്രകാരം എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ മെസ്സേജ് നിങ്ങളോടാണ്. സങ്കീർത്തനം 66 17, 18, 19, 20 വാക്യങ്ങളാണ് നമ്മൾ ഈ ആത്മീക ദൂതിന് വേണ്ടി എടുക്കുന്നത്. സങ്കീർത്തനം 66 17, 18, 19, 20 വാക്യങ്ങൾ. ചില ആളുകൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ പിന്നിൽ, അവരെ പ്രാർത്ഥനാ മുറിയിലേക്ക് നയിക്കുന്നതിൻ്റെ പിന്നിൽ പല കാരണങ്ങളുണ്ട്. ചില ആളുകൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ പിന്നിലെ കാരണം അസൂയയാണ്. അത് പറയുമ്പോൾ വിഷമിക്കരുത്. അസൂയ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു നല്ല വാഹനം കിട്ടി, നല്ല വീട് കിട്ടി, നല്ല ജോലി കിട്ടി. അപ്പോൾ അത് കമ്പയർ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുക, അതിനേക്കാൾ നല്ലത് എനിക്ക് ലഭിക്കണം. അല്ലെങ്കിൽ വിരോധമായി നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തി, നമ്മുടെ ഭാഗത്ത് സത്യമായിരിക്കാം, പക്ഷേ ആ വ്യക്തി നമുക്ക് വിരോധമായി നിൽക്കുകയാണ്. അവരെ തോൽപ്പിക്കാൻ വേണ്ടി ദൈവം ഒരു നന്മ തന്നാൽ എനിക്ക് അവരുടെ മുമ്പിൽ അത് പ്രദർശിപ്പിക്കാം എന്നുള്ള രീതിയിലുള്ള ചിന്താഗതിയോടുകൂടി ഇരിക്കുന്ന, അങ്ങനെ മനസ്സിനകത്ത് കൊണ്ട് നടന്ന് പ്രാർത്ഥിക്കുന്നു, ശത്രുത വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, നീരസം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, അസൂയ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, വൈരാഗ്യം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ദൈവത്തിന് പ്രസാദമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് റിസൾട്ടില്ല ദൈവത്തിങ്കിൽ നിന്ന്. ഒരുപക്ഷെ നാം പോലും അറിയാതെ അങ്ങനെ ഒരുപക്ഷെ നാം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈ വചനം നമ്മളെ ശുദ്ധീകരിച്ച് ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ. എത്ര നാളായി പ്രാർത്ഥിക്കുന്നു, എന്നാൽ മറുപടി ലഭിക്കത്തക്കവണ്ണം പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അവൻ ആ കാര്യത്തിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് കുറിവാക്യമായ സങ്കീർത്തനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. 66 സങ്കീർത്തനത്തിൻ്റെ 17, 18, 19, 20 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുകയാണ്. ഇങ്ങനെ പറയുന്നത്: ഞാൻ എൻ്റെ വായ് കൊണ്ട് അവനോട് നിലവിളിച്ചു, എൻ്റെ നാവിന്മേൽ അവൻ്റെ പുകഴ്ചയുണ്ടായിരുന്നു. 18 വാക്യം: ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനക്കാരൻ പറയുക കേട്ടോ. 18 വാക്യമാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മൾ അതിനെ ശ്രദ്ധിക്കുമ്പോൾ 18 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു. എൻ്റെ ഹൃദയത്തിനകത്ത് അകൃത്യമായിരുന്നുവെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ലായിരുന്നു. ആമേൻ. അപ്പോൾ ഹൃദയത്തിനകത്ത് അകൃത്യമില്ലാതാണ് ഇപ്പോൾ സങ്കീർത്തനക്കാരൻ എന്ത് ചെയ്തത്? പ്രാർത്ഥിച്ചത്. അകൃത്യമില്ലാതെ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമല്ല, അകൃത്യം ഹൃദയത്തിലുണ്ടായാൽ നമ്മുടെ വായിൽ പിറുപിറുപ്പുണ്ടാകും. നമ്മുടെ വായ്ക്കകത്ത് അവർക്ക് അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾക്ക് വിരോധമായ വാക്കുകൾ നമ്മൾ ഒരുപക്ഷെ പിറുപിറുപ്പോടെ സംസാരിച്ചേക്കാം. എന്നാൽ അതിനു പകരം ഇപ്പോൾ അതരത്തിനകത്ത് എന്തായിരുന്നു പ്രാർത്ഥിച്ചപ്പോൾ? 17 വാക്യത്തിൽ ശ്രദ്ധിച്ചോ? ഞാൻ എൻ്റെ വായ് കൊണ്ട് അവനോട് നിലവിളിച്ചു, എൻ്റെ നാവിന്മേൽ അവൻ്റെ പുകഴ്ചയായിരുന്നു. ഒരു ട്രാൻസ്ലേഷന് കൊടുത്തിരിക്കുന്നത് ഹൈ പ്രൈസ് എന്നായിരുന്നു. ഹൈ പ്രൈസ്. ആംപ്ലിഫൈഡ് ബൈബിളിനകത്ത് കൊടുത്തിരിക്കുന്ന പദം ഹൈ പ്രൈസ്. എൻ്റെ വായ്ക്കകത്ത് ഹൈ പ്രൈസ് ആയിരുന്നു, ഉന്നതൻ്റെ സ്തുതിയായിരുന്നു, വലിയ ആരാധനയുടെ ശബ്ദമായിരുന്നു എൻ്റെ അതരത്തിനകത്ത്. സഹോദര സഹോദരി, മാതാവേ പിതാവേ, ദൈവവചനം നിരന്തരം നിങ്ങൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നു, നിങ്ങൾ കേൾക്കുന്നു, അത് ദൈവവചനമായിട്ട് നിങ്ങൾ സ്വീകരിക്കുന്നു.
നമ്മൾ ഒരിക്കൽ പോലും മറ്റു വ്യക്തികളെക്കുറിച്ച് വൈരാഗ്യത്തോടോ ദേഷ്യത്തോടോ പകയോടോ അസൂയോടോ എന്തിന് ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നില്ലെന്നും പറഞ്ഞ് മടുപ്പിൻ്റെ വാക്കുകൾ പറഞ്ഞു നീരസത്തോടോ ഒരിക്കലും പ്രാർത്ഥിക്കാതെ സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, ആരാധിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. വായിക്കകത്ത് ഹൈ പ്രൈസ്, ദൈവത്തിൻ്റെ പുകഴ്ച അതരത്തിനകത്തുണ്ടായിക്കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേ, സ്തോത്രം ചെയ്തെന്ന് പ്രാർത്ഥിച്ചേ. പ്രാർത്ഥനയെക്കുറിച്ച് എവിടെ പറഞ്ഞാലും പറയുന്നത് എന്തോ, നിങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാനല്ല, ആവശ്യങ്ങൾ സ്തോത്രത്തോടെ പറഞ്ഞു കഴിയുമ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ചില സമയങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ സാധാരണമായ ഒരു സന്തോഷവും സമാധാനം അനുഭവിക്കുന്നതിൻ്റെ കാര്യം എന്തുവാ? ദൈവഹിതപ്രകാരം പ്രാർത്ഥിച്ചത് കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാകും, സ്തോത്രം ചെയ്യുമ്പോൾ സന്തോഷം ഉണ്ടാകും, സമാധാനം ഉണ്ടാകും. അതല്ലേ ബൈബിളിനകത്ത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. എന്നിട്ട് പറയാം, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകൾ ക്രിസ്തുയേശുവിൽ കാക്കും എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഹൃദയത്തെ സമാധാനപ്പെടുത്താൻ, നമ്മുടെ ഇപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷനെ മനസ്സിലാക്കാൻ രണ്ടാമതൊരാൾക്ക് പറ്റത്തില്ല. നമ്മൾ അനുഭവിക്കുന്ന വ്യതകൾ, നമ്മൾ അനുഭവിക്കുന്ന യാതനകൾ, നമ്മുടെ ഹൃദയത്തിനകത്തുള്ള അസ്വസ്ഥതകൾ മനസ്സിലാക്കാൻ രണ്ടാമതൊരാൾക്ക് കഴിയത്തില്ല. അങ്ങനത്തെ സിറ്റുവേഷനകത്ത് സ്തോത്രം ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം, ഒരു മനുഷ്യനും തരാൻ കഴിയാത്ത, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയാത്ത ദൈവിക സമാധാനം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും വെളിപ്പെട്ട് വരും. ഇവിടെ അതല്ലേ സങ്കീർത്തനക്കാരൻ 17-ാം വാക്യത്തിൽ വായിച്ചത്, എൻ്റെ നാവിന്മേൽ അവൻ്റെ പുകഴ്ചയായിരുന്നു, എൻ്റെ ഹൃദയത്തിൽ അകൃത്യമില്ലായിരുന്നു. കണ്ടോ, വായിക്കകത്ത് പുകഴ്ചയും ഹൃദയത്തിനകത്ത് അകൃത്യമില്ലായ്മയുണ്ടായാൽ ആ പ്രാർത്ഥന സ്വർഗം കേട്ടിരിക്കും. ഒരുപക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച വഴി അടഞ്ഞുപോയി, ഇന്നയാൾ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചു കാണും. ആദ്യം ആ വ്യക്തി ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു, പക്ഷെ കാര്യത്തോടടുത്ത് കഴിഞ്ഞപ്പോൾ ഹെൽപ്പുമില്ല, വിളിയുമില്ല, പറച്ചിലുമില്ല, ആ കാര്യത്തെക്കുറിച്ച് മിണ്ടുന്നു പോലുമില്ല. പക്ഷേ ആ വ്യക്തിക്കെതിരെ പ്രാർത്ഥിക്കരുത് കേട്ടോ, എതിരായിട്ട് പ്രാർത്ഥിക്കരുത്. അസൂയോടെ വൈരാഗ്യത്തോടോ നീരസത്തോടോ പറയാതെ താഴ്ത്തി പ്രാർത്ഥിക്കുക. നമ്മുടെ ആദരത്തിൽ നിന്ന് സ്തുതിയെ വരാവൂ, നമ്മുടെ ആദരത്തിൽ നിന്ന് സ്തോത്രമേ വരാവൂ. നമ്മുടെ ആദരം അഭിഷേകമുള്ള ആദരമാണ്. നമ്മുടെ ആദരത്തെ കൺട്രോൾ ചെയ്യുന്നത് പരിശുദ്ധാത്മാ, നമ്മളെ പ്രാർത്ഥിപ്പാൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാ. റോമാലേഖനത്തിൽ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. 26-ാം വാക്യത്തിൽ, 8-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം, അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വീണ്ടും വണ്ണം പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷാപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷാപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത എന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനറിയും. ഇപ്പോൾ പരിശുദ്ധാത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ബലഹീനയ്ക്ക് തുണ നിൽക്കുന്നത്, നമ്മളെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒറ്റയ്ക്കായിരിക്കും പ്രാർത്ഥിക്കുന്നത്, ഭാര്യയും ഭർത്താവും കൂടെ ചേർന്നായിരിക്കും പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ സാഹചര്യമില്ലാത്തൊരവസ്ഥയിലായിരിക്കും പ്രാർത്ഥിക്കുക. പക്ഷെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആത്മാവിലൊരു ദൂത് പറയാം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇപ്പോൾ ദൃശ്യമണ്ഡലത്തിൽ ഒരു വിടുതലും കാണുന്നില്ല, ദൃശ്യമണ്ഡലത്തിൽ ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണുന്നില്ല, കാതുകൊണ്ട് കേൾക്കുന്നില്ല, എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവസാന്നിധ്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, നിശ്ചയമായിട്ട് ഒരു ദൈവപ്രവൃത്തി, ഒരു റിസൾട്ട് ആ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് വെളിപ്പെടും. അത് 100% ദൈവവചനത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും. ദൈവ സാന്നിധ്യം നിങ്ങൾ ആയിരിക്കും. നിങ്ങളുടെ ശരീരത്തിനകത്ത്, ആത്മാവിനകത്ത്, ദേഹിക്കകത്ത് ദൈവ സാന്നിധ്യം അനുഭവിച്ച് അസാധാരണ തലങ്ങളിൽ ചില ദിവസങ്ങളിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, വിശപ്പ് മറന്ന്, ക്ഷീണം മറന്ന്, ഉറക്കമില്ലാതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ദൈവ സാന്നിധ്യം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇറങ്ങി വരുമ്പോൾ ആ ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് വേണ്ടി ചലിക്കും. ആ പ്രസൻസ് നിങ്ങൾക്ക് വേണ്ടി ഇടപെടും. ഇവിടെ ദാവീദ് പറയാം, എൻ്റെ നാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ സ്തുതി, അവൻ്റെ പുകഴ്ചയുണ്ടായിരുന്നു, എൻ്റെ ഹൃദയത്തിൽ അകൃത്യമില്ലായിരുന്നു. എന്നിട്ട് 19-ാം വാക്യത്തിൽ പറയുക, എൻ്റെ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ ദൈവം കേട്ടിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുക കേട്ടോ, ഹൃദയത്തിൽ അകൃത്യമില്ലാതെ നാവിൽ ദൈവത്തിൻ്റെ പുകഴ്ചയുമായിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് ദൈവം സംഗതി വരുത്തും. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു എന്ന് പറയാൻ, എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ദൈവം കേട്ടെന്നു പറയാൻ ദൈവം സംഗതി വരുത്തും.
20 വാക്യത്തിൽ വായിക്കാം, എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. എന്ന് പറഞ്ഞാൽ സങ്കീർത്തനക്കാരന് വിരോധമായ ഒത്തിരി സംഭവങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് അദ്ദേഹം അതൊന്നുമല്ല പ്രാർത്ഥിക്കാൻ നേരത്ത് തൻ്റെ വിഷയം വരുന്നത്. വായിലെപ്പോഴും പുകഴ്ചയാണ്. ആമേൻ. വായിലെപ്പോഴും ദൈവത്തിൻ്റെ പുകഴ്ചയാണ്. ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവം മറുപടി തന്നെന്നല്ല, എൻ്റെ ദൈവം പ്രവർത്തിപ്പാൻ ശക്തനായതുകൊണ്ടാണ് മറുപടി ലഭിക്കുന്നത്. എൻ്റെ ദൈവം എന്നോട് കരുണയുള്ളതായതുകൊണ്ട്, ഞാൻ ചെയ്ത എന്തെങ്കിലും പ്രവൃത്തിയല്ല, ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷത നിമിത്തം, ദൈവത്തിൻ്റെ വിശ്വസ്തത നിമിത്തം, ദൈവത്തിൻ്റെ ശക്തി നിമിത്തമാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നത്. 20 വാക്യത്തിൽ താൻ പറയാം, എൻ്റെ ആ പ്രാർത്ഥന ദൈവം തള്ളിക്കളഞ്ഞില്ല. കാരണം എന്തുവാ? അതരത്തിനകത്ത് സ്തുതിയായിരുന്നു, അതരത്തിനകത്ത് പുകഴ്ചയായിരുന്നു, അതരത്തിനകത്ത് ആരാധനയായിരുന്നു. സ്തോത്രം. വെറുതെ ഇരിക്കുന്ന സമയത്ത് ആരാധിച്ചു തുടങ്ങുക, പ്രാർത്ഥിച്ചു തുടങ്ങുക. നിങ്ങളിരിക്കുന്ന മുറിക്കകത്ത് ഞാൻ വിശ്വസിക്കുന്നു, ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. യേശു കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുന്ന സമയത്ത് പോലും പറയുന്ന വാചകം എന്താ? മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അതിൻ്റെ അളവുപോലെ എന്താ? ദൈവം ക്ഷമിക്കുന്നതിൻ്റെ അളവുപോലെ എന്താ? നമ്മൾ ക്ഷമിക്കുന്നതിൻ്റെ അളവനുസരിച്ചാണ് കടക്കാരോട് നമ്മൾ ക്ഷമിച്ചതുപോലെ ദൈവം നമ്മളോട് ക്ഷമിക്കുന്നതെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് അത് പറയാൻ കാരണം, പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിനകത്ത് ഒരു വ്യക്തിയെക്കുറിച്ചുള്ള വൈരാഗ്യങ്ങൾ കയറി വരാൻ പാടില്ല. സ്തോത്രം. കാരണം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവമക്കളെ, ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ തിരിച്ചറിയണം, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും അവൻ മുടക്കത്തില്ല. ഞാൻ നേരോടെ നടക്കുമ്പോൾ, ഞാൻ ഹൃദയത്തിൽ അകൃത്യം കരുതാതെ, വായ്ക്കകത്ത് സ്തുതിയും പുകഴ്ചയും ആരാധനയും വെച്ചുകൊണ്ട് ഒരു ഭാഗത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവഹിതം അന്വേഷിച്ച് ദൈവഹിതത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന എൻ്റെ വഴി അടച്ചു കളയാൻ ഒരു പിശാചിനെ ദൈവം സമ്മതിക്കത്തില്ല, ഒരു മനുഷ്യനെയും ദൈവം സമ്മതിക്കത്തില്ല, ഒരു ഇരുട്ടിൻ്റെ വ്യാപാരത്തെ ദൈവം സമ്മതിക്കത്തില്ല. അത് 84-ാം സങ്കീർത്തനത്തിന് പ്രോമിസ. നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ പ്രിയമുള്ളവരെ, പിറുപിറുപ്പല്ല, നീരസമല്ല, മടുപ്പല്ല, അസൂയല്ല, വൈരാഗ്യമല്ല, തന്നെത്താൻ താഴ്ത്തി ദൈവസന്നിധി പ്രാർത്ഥിക്ക്. പ്രാർത്ഥന കേൾക്കുന്ന സർവശക്തനായ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നു. ഞാൻ വിശ്വസിക്കുന്നു, നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ദാവീദ് പറഞ്ഞതുപോലെ സാക്ഷ്യം പറയുവാൻ എൻ്റെ കേൾവിക്കാരായ പ്രിയപ്പെട്ടവർക്ക് ദൈവം സംഗതി വരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നെന്ന് പറയാൻ സ്വർഗം നിങ്ങൾക്ക് സംഗതി വരുത്തട്ടെ. ദൈവവചനത്തിൻ്റെ അളവുകോല അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ നന്മ മുടങ്ങിക്കളയാൻ ദൈവം ആരെയും അനുവദിക്കത്തില്ല. പ്രിയമുള്ളവരെ, സഹായിക്കുന്നത് മനുഷ്യനല്ല, സഹായിക്കുന്നത് ഒരു പ്രസ്ഥാനമല്ല. നമ്മൾ പറയരുത് ഇന്നാളെന്നെ സഹായിക്കും, ഇന്ന പ്രസ്ഥാനം എന്നെ സഹായിക്കും. നമ്മുടെ സഹായം വരുന്നത് ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തിങ്കിൽ നിന്നാണ്. 121-ാം സങ്കീർത്തനത്തിനകത്ത് പറയുന്നു, ഞാൻ എൻ്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു. എന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. സഹോദര സഹോദരി, താങ്കളുടെ സഹായം വരുന്നത് മനുഷ്യനിൽ നിന്നല്ല, മനുഷ്യനാലല്ല, മാനുഷികമായ ഒരു കരവും അതിൻ്റെ പിന്നിലില്ല. അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കരുത്, അങ്ങനെ ആശ്രയിച്ചുകൊണ്ടിരിക്കരുത്, അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ നമുക്ക് വേണ്ട. നമ്മുടെ എക്സ്പെക്റ്റേഷൻ മുഴുവൻ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിങ്കൽ നിന്നായിരിക്കട്ടെ. ഞാൻ പറയട്ടെ, ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തിന് അസാധ്യമായിട്ടല്ല കാര്യമുണ്ടോ? അതാ പ്രവാചകൻ പറയുന്ന, അയ്യോ യഹോവയെ, നീട്ടിയ ഭുജം കൊണ്ട് മഹാശക്തി കൊണ്ട് നീ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചു, നിനക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? നിനക്ക് അസാധ്യമായ വല്ല കാര്യമുണ്ടോ? ആ പദമാണ് 121-ാം സങ്കീർത്തനത്തിനകത്ത് സങ്കീർത്തനക്കാരൻ ആവർത്തിച്ചത്. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്നാണ് ഞാൻ വരുന്നത്. നമ്മൾ പാർക്കുന്ന ഈ ഭൂമി കണ്ണ് മുകളിലോട്ട് ഉയർത്തിയാൽ കാണുന്ന ആകാശം, അതിനെ സൃഷ്ടിച്ച ദൈവത്തിങ്കൽ നിന്നാണ് നമ്മുടെ സഹായം വരുന്നത്. അതുകൊണ്ട് നിരാശപ്പെടേണ്ട കേട്ടോ, അതുകൊണ്ട് ഭാരപ്പെടേണ്ട. പ്രവൃത്തിയിൽ ശക്തിമാനായ, ആലോചനയിൽ ഭയങ്കരനായ ദൈവം, ആകാശത്തെ സൃഷ്ടിച്ച, ഭൂമിയെ സൃഷ്ടിച്ച,
സർവശക്തനായ ദൈവത്തിങ്കൽ നിന്നാണ് നമ്മുടെ സഹായം വരുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ അകത്തേക്ക് നമ്മൾ നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ 40-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ വായിക്കുകയാണ്, നിങ്ങൾ കണ്ണുമേലോട്ടുയർത്തി നോക്കുവീൻ, ഇവയെ സൃഷ്ടിച്ചതാര? ആകാശത്തിലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചതാരാ? കണ്ണുമേലോട്ട് ഉയർത്തി നോക്ക്. അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെല്ലാം പേര് ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. അടുത്തത്, അവൻ്റെ വീര്യ മഹാത്മ്യം നിമിത്തവും അവൻ്റെ ശക്തിയുടെ ആധിക്യവും നിമിത്തവും അവയിലൊന്നും കുറഞ്ഞു കാണുകയില്ല. എന്നിട്ട് 27-ാം വാക്യം വായിക്കുകയാണ്, എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ കടന്നു പോയിരിക്കുന്നുവെന്ന് യാക്കോബെ നീ പറയുകയും ഇസ്രായേലെ നീ സംസാരിക്കുകയും ചെയ്യുന്നതെന്താ? ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ആത്മനിറവോട് ഒരു ദൂത് പറയാൻ പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിലൊരിക്കലും പറയരുത്, എൻ്റെ ദൈവം എന്നെ കടന്നുപോയോ, എൻ്റെ ന്യായം ദൈവം കാണാതിരിക്കുകയാണോ, എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുകയാണോ, ദൈവം പ്രവർത്തിക്കുന്നില്ലേ, കർത്താവ് കാണുന്നില്ലേ, കർത്താവ് പ്രവർത്തിക്കുന്നില്ലേ, കർത്താവ് എന്നെ കടന്നുപോയോന്ന് നീ പറയരുത്. ഇവിടെ പറയുകയാണ്, ഇസ്രായേലേ, എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നുവെന്ന് നീ എന്തിനാ പറയുന്നേ? എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ കടന്നുപോയിരിക്കുന്നുവെന്ന് നീ എന്തിനാ പറയുന്നേ? നീ കണ്ണുമേലോർത്തുയർത്തി നോക്ക്. ഇവയെ സൃഷ്ടിച്ചതാരാ? സംഖ്യാക്രമത്തിൽ അവയെ പുറപ്പെടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, അതിനെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവമുണ്ട്. അവൻ്റെ വീര്യ മഹാത്മ്യം നിമിത്തമല്ലേ, അവൻ്റെ ശക്തിയുടെ ആധിക്യം നിമിത്തമല്ലേ ഇതൊക്കെ കുറഞ്ഞു പോകാതിരിക്കുന്നത്? എന്നിട്ട് പറയുക 28-ാം വാക്യത്തിനകത്ത്, നിനക്കറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം, അവൻ ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചിരിക്കുന്നു. അതിനൊരർത്ഥമുണ്ട്. ഭൂമിയുടെ ഏതെൻഡിൽ നിന്ന് നീ പ്രാർത്ഥിച്ചാലും, ഭൂമിയുടെ ഏതറ്റത്ത് നിന്ന് നീ പ്രാർത്ഥിച്ചാലും നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. അതാ പറയുന്നേ. കാരണം ഈ ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവനാരാ? ദൈവം. ഒരുപക്ഷെ നിൻ്റെ മാതാപിതാക്കളോ, നിൻ്റെ മക്കളോ, നിൻ്റെ ഭർത്താവോ, നിൻ്റെ ഭാര്യയോ, നിൻ്റെ സഭയുടെ ശുശ്രൂഷകനോ കാണാത്ത സ്ഥലത്ത് വെച്ച് നീ പ്രാർത്ഥിക്കുക. അവർക്കൊന്ന് നിൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലായിരിക്കും. ഈ ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞ ഭൂമിയുടെ അറുതിയിൽ നിന്നാണ്, ഭൂമിയുടെ അറ്റത്തു നിന്നാണ് നീ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ആ അറുതിയെ സൃഷ്ടിച്ചവനാണ് നീ പ്രാർത്ഥിക്കുന്നത്. ആ അറുതിയെ സൃഷ്ടിച്ചവനാണ് നിൻ്റെ ദൈവം. ആ ദൈവത്തിന് കഴിയാത്ത കാര്യമില്ല. യഹോവ നിത്യദൈവ, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അടുത്തത്, അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നില്ല, അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ. അതേ പ്രിയരെ, അപ്രമേയമാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? എന്തിനാ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തോട് പോലും പിറുപിറുക്കുന്നത്, ദൈവത്തോട് പോലും നീരസപ്പെടുന്നത്? എൻ്റെ ദൈവം കടന്നുപോയോ? എൻ്റെ ദൈവം മറിച്ച് കളഞ്ഞോ? എൻ്റെ ദൈവം എന്നെ കാണുന്നില്ലേ? എൻ്റെ വിഷയത്തിന് എന്താ ദൈവം മറുപടി തരാത്തത്? എന്തിനാ ഇങ്ങനെ നിലവിളിച്ചിരിക്കുന്നത്? നീ കണ്ണു മേലോട്ട് ഉയർത്തി നോക്ക്. ഒറ്റ വാക്കുകൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാ ദൈവം. ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവനാ ദൈവം. കണ്ണു മേലോട്ട് ഉയർത്തി നോക്ക്. തൊട്ട് മുമ്പുള്ള അധ്യായത്തിൽ കർത്താവിനെക്കുറിച്ച് പറയുക കേട്ടോ, ദൈവത്തെക്കുറിച്ച് പറയുക. 40-ാം അധ്യായത്തിൽ 12-ാം വാക്യത്തിൽ, തൻ്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിൻ്റെ അനുമാനം എടുക്കുകയും ഭൂമിയുടെ പൊടി നാഴി കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൾ കൊണ്ട് കുന്നുകൾ തുലാസും കൊണ്ട് തൂക്കുകയും ചെയ്യുന്നവനാര്? ആരാ? നമ്മൾ ആരാധിക്കുന്ന സർവശക്തനായ ദൈവം. അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തോടിരിക്കുക, ധൈര്യത്തോടിരിക്കുക. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. സഹോദര, സഹോദരി, താങ്കളുടെ വിഷയത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ഹൃദയത്തിൽ അകൃത്യം കരുതിക്കൊണ്ടല്ല, വായിൽ പുകഴ്ച കൊണ്ട്, വായിൽ സ്തുതി കൊണ്ട്, വായിൽ ആരാധന കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എത്ര വലുതാകട്ടെ ചെറുതാകട്ടെ, ദൈവസന്നിധിയിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്നു കൊണ്ട് ഈ ദൈവവചന സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഹൃദയത്തിൽ അകൃത്യം കൊണ്ട് പ്രാർത്ഥിക്കാനല്ല, വായിൽ അങ്ങയുടെ പുകഴ്ച പറഞ്ഞുകൊണ്ട് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ, നീരസത്തോടോ പിറുവിറുപ്പോടോ മടുപ്പോടോ അസൂയയുടെയോ വൈരാഗ്യത്തോടെയോ അല്ല, തന്നെത്താൻ താഴ്ത്തി ദൈവഹിതപ്രകാരം പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കും. ഈ വചനത്തിലൂടെ എന്തെല്ലാം ധൂതുകൾ കർത്താവ് ഞങ്ങളോട് സംസാരിച്ചു, അതെല്ലാം ഈ കേൾവിക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ അങ്ങ് അറിയുന്നുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങയുടെ ചട്ടങ്ങളെ പഠിപ്പാൻ ഞാൻ കഷ്ടത്തിലായത് ഗുണമായെന്ന് കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ
ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥകളെല്ലാം അങ്ങ് അറിഞ്ഞുകൊണ്ടാണ്, ഞങ്ങളുടെ നന്മയ്ക്കാണ്, ഞങ്ങളുടെ ഗുണത്തിനാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു. വചനപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങനെ വരവിനായി ഞങ്ങൾ ഒരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.